ഇന്നിപ്പോൾ കാണിക്കണത് റാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ ഉപ്മാവാണ്. അതായത് എപ്പോഴും റവ ഉപ്മാവ് കഴിച്ച് മടുത്തവർക്ക് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളത് മാത്രമല്ല, ധാരാളം അയൺ ഉള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ചെറുധാന്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ഒരുപാട് വണ്ണം കുറയ്ക്കണമെന്നും വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ റൈസും വീറ്റും ഒക്കെ പകരമായിട്ട് ഇപ്പോൾ ചെറുധാന്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് റാഗി തന്നെയാണ്. അപ്പോൾ റാഗിപ്പൊടി കിട്ടുന്ന സമയത്ത് ഇങ്ങനൊരു വെറൈറ്റി ഉപ്മാവ് ഉണ്ടാക്കി നോക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ചെത്തുമാങ്ങ പിക്കിളും കൂടി. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. 2 കപ്പ് അളവിൽ റാഗിപ്പൊടി എടുക്കാം. റാഗി നമുക്ക് വീട്ടിൽ പൊടിക്കാം, അല്ലെങ്കിൽ റാഗി പൊടിയായിട്ട് വാങ്ങാം. പിന്നെ ഈ അങ്കണവാടികളിലൊക്കെ അമൃതം പൊടിക്ക് പകരമായിട്ട് ചിലപ്പോൾ നമുക്ക് റാഗിപ്പൊടി കിട്ടാറുണ്ട്. ആ റാഗിപ്പൊടിയും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പുട്ടിനൊക്കെ നമ്മൾ കുഴയ്ക്കണത് പോലെ കുഴച്ചെടുക്കണം. വളരെ കുറച്ച്, ഇപ്പോൾ ഗോതമ്പ് പൊടി നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് കുഴയ്ക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടല്ലേ പെട്ടെന്ന് കട്ട കുത്തും. അതുപോലെയാണ് റാഗിയുടെ പൊടിയും. ആദ്യമേ ഒരുപാട് വെള്ളം നനയ്ക്കരുത്, കുറേശ്ശെയായിട്ട് വെള്ളം നനച്ച് ഒരുവിധം സോഫ്റ്റായിട്ട് അത് കുഴച്ചെടുക്കണം. ഇതുപോലെ ഉരുട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ആവുകയും വേണം. പൊടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടുകയും വേണം. നമ്മൾ പുട്ടിൻ്റെ പാകം പറയുമല്ലോ, അതുപോലെ കുഴച്ചെടുക്കണം. ഇഡ്ഡലി പാത്രത്തിലെ ആവിത്തട്ടിൽ വെച്ചിട്ട് നമുക്ക് കുഴച്ച് വെച്ച പൊടി ഒരു 5-6 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവി കയറ്റെടുക്കണം. ഇതിൽ ആവിത്തട്ടിന് ഹോൾസ് ഉള്ളത് കൊണ്ട് ആ പൊടിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് പോകുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് പിടി പോലെ പിടിച്ചിട്ട് വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു വാഴല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ കിണ്ണത്തിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉരുളയാക്കണം എന്നില്ല. നമ്മൾ കുഴച്ച് വെച്ച പൊടി നേരിട്ടിട്ട് ആവിയേറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ച് ഒരു 6 മിനിറ്റ് നേരം ആവിയേറ്റാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1.5 ടീസ്പൂൺ ഉഴുന്ന്, ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, 2 പച്ചമുളക്, 1 ക്യാരറ്റ്. ഇതെല്ലാം ഒരുമിച്ച് തന്നെയാണ് ചേർക്കണത്. റാഗിയുടെ പൊടി നമ്മൾ ആവിയേറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ്. ഇപ്പോൾ ഈ ക്യാരറ്റിലേക്കും ഉള്ളിയിലേക്കും ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നല്ലോണം ആയാൽ നമുക്ക് ആവിയേറ്റി വെച്ചിട്ടുള്ള റാഗിപ്പൊടി ചേർക്കാം. കയ്യിൽ 1 പിടി അളവിൽ തേങ്ങ ചിരകിയതും കൂടി ചേർക്കണം. ഇത് ചെറു തീയിൽ വെച്ച് നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമുക്ക് റാഗിപ്പൊടി ഒരിക്കലും വെള്ളം ഒഴിച്ചിട്ട് ഉപ്മാവാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, കാരണം അതെന്തായാലും കുഴഞ്ഞു പോവും. സാധാരണ റവ ഉപ്മാവ് ഉണ്ടാക്കണ പോലെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതുപോലെ ആവി കയറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം പൊടി നന്നായിട്ട് വെന്തതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി വല്ലാതെ ഹാർഡായിട്ടിരിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി ഇത് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് വെള്ളം വീണിട്ട് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് മയപ്പെട്ട് കിട്ടും. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഉലർന്ന് തന്നെ റവ ഉപ്മാവ് പോലെ തന്നെ ഇരിക്കണ റാഗിയുടെ ഉപ്മാവ്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങളിൽ ഉപ്മാവ് എന്ന് പറയുമ്പോൾ പഞ്ചസാര കൂട്ടി പപ്പടം കൂട്ടിയിട്ട് ഒക്കെയാണ്, പഴം കൂട്ടിയിട്ടൊക്കെ കഴിക്കും. പക്ഷെ കുറച്ച് തെക്കോട്ടൊക്കെ ആണെങ്കിൽ ഉപ്മാവിൻ്റെ കൂടെ കടലക്കറി, അതുപോലെ ഗ്രീൻ പീസ് കറി, സാമ്പാർ, ഈവൻ തേങ്ങാ ചട്നി പോലും കോമ്പിനേഷനായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് വെറുതെ കഴിക്കാം, ഹെൽത്തിയാണ്. സ്വാദിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോംബോ. ഇതിൻ്റെ വെറും തൈര്, പുളിയില്ലാത്ത തൈരും ഉപ്മാവിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റാഗിപ്പൊടി, പ്രത്യേകിച്ച് അങ്കണവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന പൊടികൾ ധാരാളമായിട്ട് കിട്ടുന്നവരുണ്ടെങ്കിൽ എന്താണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ഉപ്മാവ് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം.